ഈ കഴിഞ്ഞ ദിവസം പെയ്ത കാറ്റിനും മഴയ്ക്കും നമുക്ക് അത്യാവശ്യം നല്ലോണം ബാധിച്ചിട്ടുണ്ട്. നമ്മളെ ബേക്കേഴ്സിൻ്റെ നിന്ന് വാഴകളൊക്കെ ഒടിഞ്ഞു. അത്യാവശ്യം നല്ല കുലച്ച വാഴകളായിരുന്നു കേട്ടോ. അതൊക്കെ കാറ്റിനും മഴയ്ക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് വൈകുന്നേരം നല്ല ബീഫും പഴംപൊരി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും അമ്മയും കൂടി നമ്മളന്ന് ബീഫും പഴംപൊരി ഉണ്ടാക്കാൻ പോകുക കേട്ടോ. ബീഫ് ഓൾറെഡി ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണം, പഴംപൊരി മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ വൈകുന്നേരമായി നമ്മൾ അടുക്കളയിൽ കയറി അതിനുള്ള പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടോ. പറഞ്ഞ പോലെ ഓരോ ഫുഡിനും അതിൻ്റേത് കോമ്പിനേഷനുകളുണ്ട് അല്ലേ. നമ്മൾ എന്താ പറയുക, നെയ്ച്ചോറും ബീഫും, അതേപോലെ പത്തിരിയും കറിയും, പിന്നെ കഞ്ഞിയും ചമ്മന്തിയും, അതേപോലെ അതിൻ്റേതായ ഒരുപാട് കോമ്പിനേഷൻ. അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കോമ്പിനേഷൻ നമ്മൾ ഈ പഴംപൊരി. ഇതൊക്കെ ആരാണ് അവർ ശരിക്കും കണ്ടുപിടിച്ച് സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി പിന്നെ പഴംപൊരി ബീഫൊക്കെ കഴിച്ച് നല്ല. പക്ഷേ ബീഫ് രാവിലെ തൊട്ടേ വെച്ചിങ്ങനെ ഉരുളിയിൽ നല്ലതായിട്ട് ചൂടാക്കി വെറ്റിച്ചെടുത്തത് കൊണ്ട് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി കഴിച്ച് ഒരു ചായയും കൂടിയാണ് കൂട്ടത്തിനെ പിടിച്ചപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.